അവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചത്. നമ്മുടെ കാളാഞ്ചി പൊളിച്ചത്, ഇത് ടൈഗർ പ്രോൺസ്, ഇത് കൂന്തൽ, ഇത് നമ്മുടെ കരിമീൻ ഫ്രൈ റൈസ്. വെൽക്കം ടു കൊച്ചമണീസ് യൂട്യൂബ് ചാനൽ. എനിക്കറിയാം നിങ്ങളൊക്കെ വിചാരിക്കായിരിക്കും ഒരു 4 വീഡിയോ ഇട്ടിട്ട് ഈ പെങ്കൊച്ച് എവിടെ പോയതാണ്. സത്യാവസ്ഥ പറഞ്ഞാൽ എനിക്ക് എക്സാം ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഈ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർക്കറിയാം, നേരത്തെ അങ്ങ് എക്സാം വരാൻ താമസമായിരുന്നു. ഇപ്പം ഇങ്ങനെ അടിക്കടിക്ക് ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് MG യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരൊക്കെ വേഗം പഠിച്ചു വെച്ചോ കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നമ്മളെ പോലെ അവസാന നിമിഷം പഠിക്കാതിരിക്കുന്നവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടൻ വന്നായിരുന്നല്ലോ അല്ലേ, നിങ്ങൾ ആ ഷോർട്സ് ഒക്കെ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ പോയി കാണണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അയ്യോ വെറുതെ പറഞ്ഞ കേട്ടോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, കാണുകയും വേണം കേട്ടോ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് ചേട്ടൻ വന്ന സമയത്ത് നമ്മളൊന്ന് എറണാകുളം പോയി ഒന്ന് കറങ്ങിയായിരുന്നേ. അപ്പോൾ ആ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ എറണാകുളം പോയി ഒന്ന് കറങ്ങി ഫുഡ് അടിച്ചതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് കേട്ടോ. റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തില്ലേ വരെ വന്നിട്ടുള്ളൂ. ബാക്കി ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആയി ഫോണെ. അപ്പം ഞാൻ വിചാരിച്ചു റെക്കോർഡ് ആയിട്ടുണ്ടെന്ന്, പക്ഷെ ആയിട്ടില്ല ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊന്ന് എറണാകുളത്ത് പോയി ചുറ്റി അടിച്ച് ഫുഡ് അടിച്ചതിൻ്റെ ഒക്കെയാണ്. ഈ ഫുഡ് അടിച്ചതിൻ്റെ ഒക്കെയാണ് ഗൈസ്. ഡേ വണ്ണം വെച്ച് ഗൈസ് കുറേ. നമ്മൾ അടുത്തത് വെയിറ്റ് ലോസ് ജേണി ആയിട്ട് വരുന്നുണ്ട്. വീഡിയോ കമ്മിങ് സൂൺ ആട്ടോ. ആദ്യം ഞാൻ ഒന്ന് തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ എറണാകുളത്ത് നമ്മൾ സൂപ്പറായിട്ട് കറങ്ങി. അപ്പം അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പോയ സ്ഥലം, നിങ്ങൾ മിക്ക സ്ഥലത്തും ഞാൻ പോയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, കാന്താരി റെസ്റ്റോറൻറ്റോ അല്ല സോറി കാർത്തിയായനി റെസ്റ്റോറൻ്റാണ് ആ കടയുടെ പേര്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഫിഷ് ഐറ്റമാണ് അവിടെ ഫിഷ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏത് ഫിഷ് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. കൊച്ചിക്കാർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം ഗൈസ്. സോ എന്തായാലും നിങ്ങൾ പോയി കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിട്ട് ആദ്യത്തെ ഫുഡ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്രദർ ചിക്കുവിൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് അല്ലേ ചിക്കു? അത് ജിജോ ചേട്ടൻ സജസ്റ്റ് ചെയ്തതാണ്. ഇതാണ് ഇവിടുത്തെ മെനു. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഫുഡ്, പിന്നെ ഐ തിങ്ക് മീനുണ്ടെന്ന് തോന്നുന്നു, പിന്നെ നമ്മുടെ ടൈഗർ പ്രോൺസ് സംതിങ്. എന്തായാലും വരുമ്പോൾ നോക്കാം കഴിയും. ചെമ്മീൻ ചമ്മന്തി ഇടാലോ. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയ സംഭവങ്ങളൊക്കെ വന്നു. ഇതാണ് ഇവിടെ സ്പെഷ്യൽ മീൽസ്. ചിക്കു, ഈ കടേൻ്റെ പേരെന്താ? കാർത്തിയായനി. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത്. ഇത് നമ്മുടെ കാളാഞ്ചി പൊള്ളിച്ചത്, ഇത് ടൈഗർ പ്രോൺസ്, ഇത് കൂന്തൽ, അതായത് സ്ക്വിഡ്, ഇത് നമ്മുടെ കരിമീൻ ഫ്രൈ റൈസ്. സ്പെഷ്യൽ ഈ കടയുടെ പേര് കാർത്തേനി. മസ്റ്റ് കട കാണാൻ സൂപ്പറാണ്. ടേസ്റ്റ് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചത്, ഭയങ്കര ടേസ്റ്റ്. One eternity later. അപ്പം നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ കൊച്ചി വന്നിട്ട് സിനിമ കാണാൻ പോകും അല്ലേ അമ്മ? അമ്മ ഇവിടെ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം ആ PVR പോണത്. ഞാൻ പക്ഷെ ഫസ്റ്റ് ടൈമാണ്. ചിക്കു അമ്മ ദിവസം കൊണ്ട് തന്നെ. അതെ ചിക്കു അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. സിനിമ കാണുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് കിതയ്ക്കുന്നു പ്ലീസ്. നമ്മൾ പൊയ്ക്കാൻ വേണ്ടിയിരിക്കുകയാണ്. Finally we reached.
എന്റെ ദൈവമേ, സംഭവം പൊളിച്ചില്ലേ? എന്തിഷ്ടായില്ലേ? പൊളിത്ര മനല്ലേ? നമ്മുടെ പ്ലാൻ വർക്കായി. അയ്യോ നല്ല എരിവ്. അമ്മയ്ക്ക് സിനിമ തന്നെ ഇറങ്ങുന്നത് ലൈം കുടിക്കണം ഭയങ്കര ആഗ്രഹം. പക്ഷെ നമ്മൾ ലൈം വാങ്ങാൻ കയറിയിട്ടുണ്ട്. ഇന്ന് ടേസ്റ്റി ആണ്, ഭയങ്കര തിരക്കാണ്. ഒന്നാമത്തെ വരെ എടപ്പള്ളിയിലൊക്കെ നന്നായിട്ട് വെള്ളം ആയിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് അറിയത്തില്ല, നമ്മൾ അറിയാൻ നമ്മളെന്തായാലും മെട്രോയാണ് വന്നത്. എന്തായാലും നോക്കാം നമുക്ക്. ഞങ്ങൾ അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങി. ചിക്കു എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കൊള്ളായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ലിയർ സൂപ്പറായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ഇപ്പം തന്നെ 9:15 നമ്മൾ ഇനി മിക്കവാറും ഫുഡ് കഴിച്ചിട്ട് റൂമിൽ തിരിച്ചു പോകും. ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമ്മൾ ഉച്ചയ്ക്ക് നല്ലിടത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയി. പ്രത്യേകിച്ച് ആ ഹോട്ടലിൽ വരുന്നായിരുന്നു. ഐ തിങ്ക് ചിക്കു പറ, അടുത്ത പ്ലാൻ എന്താ? നമ്മുടെ അടുത്ത പ്ലാൻ പ്ലാനൊന്നുമില്ല. ഇങ്ങനെ കറങ്ങി നടക്കുക. നമ്മൾ ഇല്ലുമ്പോൾ അടയ്ക്കുന്നതിന് എന്നിട്ട് എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കുക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം. ഇനി നമ്മൾ നാളെ കറങ്ങാൻ ഇറങ്ങിയിട്ടുള്ളൂ ഗൈസ്. കാരണം ഭയങ്കര ക്ഷീണമാണ്, നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് നാളെ പിന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ഫുഡ് അടിക്കാൻ പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് നല്ല ഫുഡ് കഴിക്കാം ഗൈസ്. സോ ഇനി എന്തെങ്കിലും നല്ല വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കാണിക്കാം. ഗൈസ് നമ്മൾ ചെറിയതായിട്ടൊരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ബെൽജിയൻ ഫ്രൈസിൽ കയറി ഗൈസ്. നമ്മളിതാണ് വാങ്ങിയത്. നമ്മൾ ലൈറ്റായിട്ട് കഴിച്ചിട്ട് കുറച്ച് ഹെവി ആയിട്ട് എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അമ്മ എങ്ങനെയുണ്ട് കൊച്ചി വന്നിട്ട്? സൂപ്പറാണോ? ആണോ? കഴിക്ക്. എങ്ങനെയുണ്ട്? കളാ പക്ഷെ ഒരു വെൽറ്റ് ചെയ്ത് ഇട്ടതാ. നമ്മൾ ഇവിടെ വന്ന് രാത്രിത്തെ ഫുഡ് വാങ്ങാൻ പോയി. നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ട് ഹോട്ടലിൽ പോയി കഴിക്കാം. ഇവിടെ ഒരുപാട് ലേറ്റായി. നല്ല സ്പോട്ടാണ് കേട്ടോ രാത്രി വന്ന് ഫുഡ് കഴിക്കാൻ. ഇവിടെ ഒരുപാട് ഗ്രിൽസ് ഉണ്ട്, ഇവിടെ ബ്രോസ്റ്ററുണ്ട്, ഇവിടെ ഐസ്ക്രീം ഉണ്ട്. നല്ല സ്പോട്ടാണ്. ഇന്നത്തെ നമ്മുടെ കൊച്ചി പ്രയാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ വിചാരിച്ച് ഹോട്ടലിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന്. ഇത് കാണിച്ചു കൊടുക്കാമോ ഫുഡ്? കേസ് ഇതാട്ടോ നമ്മൾ അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചത്. ഇതാണ്. ഇതിൻ്റെ പേരെന്നായിരുന്നു? ഹണി അൽഫാം, ഹണി ചില്ലി അൽഫാം. സൂപ്പറാണ്.